ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസംബറിൽ നടക്കാൻ പോകുന്ന 10th പ്രിലിമിനറിയുടെ 50-day ടൈം ടേബിളിലെ 23ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫിസിക്സിൽ നിന്നുള്ള പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലെ ബലം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ചലനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ PDF നോട്ടുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ PDF ആണ്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് കണ്ടിട്ട് അത് വായിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്ത ക്ലാസ്സിൻ്റെ ഒക്കെ വീഡിയോ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ കാണുക. എല്ലാം പ്രീവിയസ് ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രിലിമിനറി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ബലം എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ ആകൃതിക്ക് എന്തെങ്കിലും നമുക്ക് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ വലുപ്പത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണെന്ന് വിചാരിക്കുക, അതിനൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുമിൽ എന്തെങ്കിലും ഒരു ശക്തി പ്രയോഗിക്കണം. അതിനെയാണ് നമ്മൾ ബലം എന്ന് പറയാം. അതായത് ഒരു വസ്തുവിൻ്റെ അവസ്ഥ, അതിപ്പോൾ നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ചലിപ്പിക്കാനും, അവസ്ഥയാണെങ്കിൽ നിശ്ചലമാക്കാനും. അപ്പോൾ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അതിൻ്റെ രൂപം, ആകൃതിയിലോ വലുപ്പത്തിലോ ഒക്കെ മാറ്റം വരുത്താനോ നമ്മൾ പ്രയോഗിക്കുന്നത് എന്താണോ അതാണ് ബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താ? ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാനായിട്ട് പ്രയോഗിക്കുന്ന ശക്തി. ഒരു വസ്തുവിനെ മുമ്പോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാനായിട്ട് പ്രയോഗിക്കുന്ന ശക്തി എന്താ? ബലമാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ പഠിച്ചിരിക്കുക. അപ്പോൾ ഈ ബലം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലേ? ഫോഴ്സിന് നമ്മൾ എന്തെന്നാ പറയുക? M×A എന്നാണ് പറയുക. അതിൻ്റെ ഇക്വേഷനാണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ്. M എന്ന് പറയുന്നത് എന്താണ്? മാസാണ്. A എന്ന് പറയുന്നത് എന്താണ്? ത്വരണമാണ്. മാസാണ്, അതേപോലെ തന്നെ ത്വരണമാണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ മാസും ത്വരണവും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബലം കിട്ടും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, കിലോഗ്രാം ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ m/s² ആണ്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം m/s² ആണ്. അതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ന്യൂട്ടൺ എന്ന് പറയാം. അതായത് ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം m/s² ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം m/s² ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1 കിലോഗ്രാം മാസിനല്ലേ പറയണേ? 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു, 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് 1 m/s² ത്വരണം ഉണ്ടാക്കാനായിട്ട് പര്യാപ്തമായിട്ടുള്ള ബലം. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് 1 m/s² ത്വരണം ഉണ്ടാക്കാനായിട്ട് എത്ര ബലം കൊടുക്കണം? അതാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ SI യൂണിറ്റ്. ഇതേപോലെ തന്നെ ഫോഴ്സിന് എന്തുണ്ട്? CGS യൂണിറ്റ് ഉണ്ട്. CGS യൂണിറ്റ് ആണ് എന്ത്? ഡൈൻ എന്ന് പറയുന്നത്. ഡൈൻ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി എന്താണ്? ഏറ്റവും പ്രകൃതിയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ബലം, പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ പലതരം ബലങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും ശക്തമായിട്ടുള്ള ബലമാണ് എന്ത്? ന്യൂക്ലിയർ ബലം. അപ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു വസ്തുവിലെ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതിനെയാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയാം. അത് ഏറ്റവും ദുർബലമായ ബലമാണ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് എന്തെന്ന് പറയുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഈ യാന്ത്രിക ബലം എന്ന് പറഞ്ഞാൽ എന്താ? അത് ചലനവുമായി ബന്ധപ്പെട്ട ബലത്തെ പൊതുവെ നമ്മൾ പറയാം എന്താണ്? യാന്ത്രിക ബലം എന്നാണ്. ഓക്കെ, ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രിക ബലം. അപ്പോൾ പേശീബലം എന്ന് പറഞ്ഞാൽ എന്താ? പേശീബലം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കൊക്കെ പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബലം, മനുഷ്യനാണെങ്കിലും മറ്റു ജീവികളൊക്കെ ആണെങ്കിലും പ്രവൃത്തി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബലമാണ്. ഓക്കെ, പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലമാണ് എന്തെന്ന് പറയുന്നത്? പേശീബലം എന്ന് പറയുന്നത്. ഇനി കാന്തിക ബലം എന്ന് പറഞ്ഞാലോ? കാന്തം എന്ന് പറഞ്ഞാൽ അതിനെ ആകർഷിക്കാനും കഴിയും. ആകർഷണ വികർഷണ ശക്തികളുള്ളതാണ് കാന്തം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ കാന്തം പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്ത് പറയുക? കാന്തിക ബലം എന്ന് പറയുക. കാന്തത്തിൻ്റെ ആകർഷണ വികർഷണ സ്വഭാവമുള്ള ആ ഒരു ബലം. ഓക്കെ, അപ്പോൾ ആകർഷിക്കാനും വികർഷിക്കാനും സ്വഭാവം ഉണ്ടായിരിക്കും കാന്തത്തിന്. അപ്പോൾ അത്തരത്തിലുള്ള ആ ബലത്തെയാണ് നമ്മൾ കാന്തിക ബലം എന്ന് പറയാം. ഇനി എന്താണ് സ്ഥിതവൈദ്യുത ബലം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? സ്ഥിതവൈദ്യുത ബലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുടിയിൽ ഒരു പ്ലാസ്റ്റിക് പേന എടുത്തിട്ട് നമ്മുടെ മുടിയിൽ ഉരസിയിട്ട് അതിനെ ചെറിയൊരു കടലാസ് കഷ്ണത്തിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് അതിനെ ആകർഷിക്കും അല്ലേ? മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെയൊക്കെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്.
അതിന് കാരണമായിട്ടുള്ള ബലമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ബലം അല്ലെങ്കിൽ സ്ഥിതവൈദ്യുത ബലം എന്ന് പറയുന്നത്. ഇനി ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ വസ്തുക്കളിലുള്ള പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും, ഇപ്പോൾ ഇവിടെ 2 വസ്തുക്കളുണ്ടെങ്കിൽ ഈ 2 വസ്തുക്കൾ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട്. ആ ഒരു ബലത്തെ, ആ ആകർഷണ ബലത്തെയാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബലങ്ങളാണ്. ഇതൊക്കെ ന്യൂക്ലിയർ ബലം ഓർത്തിരിക്കുക, ശക്തമായ ബലം. ഏറ്റവും ദുർബലമായ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. അതേപോലെ പേശീബലം ഓർത്തിരിക്കുക, എന്താ പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണ് പേശീബലം. ചലനവുമായി ബന്ധപ്പെട്ടത് യാന്ത്രിക ബലവുമാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ, രണ്ടായിട്ട് നമുക്ക് ഫോഴ്സിനെ, ബലത്തെ മെയിനായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെയാണ് സമ്പർക്ക ബലം, രണ്ടാമത്തെ സമ്പർക്കരഹിത ബലം. PYQ ആണ് കേട്ടോ, ഒരുപാട് നമ്മളെ ചോദിക്കാറുണ്ട് ബലവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ സമ്പർക്ക ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, എന്താ, 2 വസ്തുക്കൾ സമ്പർക്കത്തിൽ ഇരിക്കുമ്പോൾ അവയിൽ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. എന്നാൽ വസ്തുവുമായിട്ട് സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് എന്ത്, സമ്പർക്കരഹിത ബലം. ഓക്കെ, അപ്പോൾ ഇത് പരസ്പരം ടച്ച് ചെയ്തിരിക്കുന്നവരായിരിക്കും, അതിലാണ് ആ ബലം പ്രയോഗിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, രണ്ടുപേരും എന്താണ്, പരസ്പരം സമ്പർക്കം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ബലമാണ് സമ്പർക്കരഹിത ബലമെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് സമ്പർക്ക ബലങ്ങൾക്കുള്ള ഉദാഹരണം പഠിച്ചിരിക്കണം. കാരണം പ്രീവിയസ് ആയിട്ട് 10th പ്രിലിമിനറിക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്, താഴെ തന്നിട്ടുള്ളതിൽ സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത് അല്ലെങ്കിൽ സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമല്ലാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ സമ്പർക്ക ബലത്തിനുള്ള ഉദാഹരണങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്താണ് വിസ്കസ് ബലം, ഇതൊക്കെ എന്താ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. വിസ്കസ് ബലം, വിസ്കസ് ബലം സമ്പർക്ക ബലമാണ്. അതേപോലെ പ്രതല ബലം, പ്രതല ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സർഫസ് ടെൻഷൻ. പ്രതല ബലം. വലിവു ബലം, വലിവു ബലം എന്ന് വെച്ചാൽ ടെൻഷനാണ്, വലിവു ബലം ടെൻഷൻ. പിന്നെ അതേപോലെ ഘർഷണ ബലം, ഘർഷണ ബലം. ഓക്കെ, ഘർഷണ ബലം. ഇലാസ്റ്റിക് ഫോഴ്സ് ഉണ്ട് കേട്ടോ, ഇലാസ്റ്റിക് ഫോഴ്സ്, ഇലാസ്റ്റിക് ബലം, അതൊക്കെ എന്താണ്, സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ്. ഇനി സമ്പർക്കരഹിതം എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഇലാസ്റ്റിക് ഫോഴ്സും കൂടെ ഉണ്ട്, ഇലാസ്റ്റിക്. സമ്പർക്കരഹിതത്തിന് ഉദാഹരണമാണ് ന്യൂക്ലിയർ ബലം. ഓക്കെ, ന്യൂക്ലിയർ ബലം. അതേപോലെ തന്നെ വൈദ്യുത കാന്തിക ബലം, അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നേരത്തെ പറഞ്ഞത്. വൈദ്യുത കാന്തിക ബലം. ഗുരുത്വാകർഷണ ബലം, ഗുരുത്വാകർഷണ ബലം. ഇതെന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ തന്നിട്ടാണ് ഓപ്ഷനിൽ, ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ന്യൂക്ലിയർ ബലം, വിസ്കസ് ബലം, പ്രതല ബലം, ഘർഷണ ബലം, ഇതൊക്കെ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയും എക്സാമ്പിളെങ്കിലും ഷുവറായിട്ടും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതാണ് സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും. ഇനി എന്താണ് ഘർഷണ ബലം? ഇതിൽ നിന്നും ഈ ബലത്തിൻ്റെ ഭാഗത്തുനിന്ന്, ഈ ഒരു ഭാഗത്തുനിന്ന് എന്താണ് ചോദിക്കാറുണ്ട്, പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഘർഷണ ബലം ഏറ്റവും എളുപ്പത്തിൽ പറയാനാണെങ്കിൽ ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് വയ്ക്കുക, ഈ വസ്തുവിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ, അപ്പോൾ ഇതിപ്പോൾ ഈ വസ്തുവിനെ ചലിപ്പിക്കാൻ നമുക്കൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു 8 ന്യൂട്ടനെ കൊടുത്തിട്ടുള്ളതെങ്കിലും ഇതിന് എന്തുണ്ട്, ചലിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഇതിനെ ചലിക്കാൻ സമ്മതിക്കാത്തത് എന്താ, ഇതിനെ ഓപ്പോസിറ്റായി വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ്. അപ്പോൾ ഈ ഈ ഘർഷണ ബലത്തെ നമ്മൾ ഓവർകം ചെയ്യുമ്പോഴാണ് ഈ വസ്തു ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ ഒരു വസ്തു ചലിക്കാനായിട്ട് ശ്രമിക്കുകയോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കുമ്പോഴോ ആ ചലനത്തെ എതിർക്കുന്ന ബലത്തെയാണ് നമ്മൾ ഘർഷണ ബലം എന്ന് പറയാം. എപ്പോഴും ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ഘർഷണ ബലം ഉണ്ടാവുക. കണ്ടോ, ഘർഷണ ബലം എപ്പോഴും ബോഡിയുടെ മൂവ്മെൻറ്റിന്, ഇതിന് എവിടേക്കാണോ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എപ്പോഴും ഘർഷണ ബലം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി, അത് പ്രവൃത്തി ഊർജ്ജത്തിൽ വരുന്നതാണ്, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. കാരണം എന്താ, ഫോഴ്സ് ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടും. കണ്ടോ, അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് വന്നാൽ അത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സിൽ നിന്ന് പ്രവൃത്തി ഊർജ്ജം എന്ന് പറയുന്ന ആ ടോപ്പിക്ക് വരുമ്പോൾ ആ പ്ലേലിസ്റ്റിൽ നമ്മളത് ആഡ് ചെയ്യും. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ പ്രവൃത്തി എന്തായിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, ഘർഷണബലം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം അതെന്താ, ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫോഴ്സ് വരിക. അപ്പോൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ, ഘർഷണ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചലനത്തെ ഒപ്പോസ് ചെയ്യുന്ന ബലമാണ്. ഒരു വസ്തു ചലിക്കാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കുമ്പോഴോ അതിന് ഒപ്പോസിംഗ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ചലിക്കുമ്പോഴുള്ള ഘർഷണത്തിന് നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം. ചലിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനെ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ് പറയാം.
ഓക്കെ, അപ്പോൾ അതിൽ തന്നെ എന്തുണ്ട്? ഉരുളൽ ഘർഷണവുമുണ്ട്, നിരങ്ങൽ ഘർഷണവുമുണ്ട്. ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ഉരുളൽ ഘർഷണം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ, അതായത് ഇപ്പോൾ ബോളൊക്കെ ഉരുണ്ടു പോകുന്ന കേസ്, ഉരുട്ടി നീക്കുമ്പോൾ ഉണ്ടാവുന്ന ഘർഷണബലമാണ് ഉരുളൽ ഘർഷണം. എന്നാൽ നിരക്കി നീക്കുമ്പോൾ, ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേലെ നിരക്കി നീക്കുമ്പോൾ ഉണ്ടാവുന്ന ഘർഷണബലമാണ് നിരങ്ങൽ ഘർഷണം. അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ പ്രീവിയസ് ആയി ചോദിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഉരുളൽ ഘർഷണം എന്ന് പറഞ്ഞാൽ നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഓക്കെ, ഉരുളൽ ഘർഷണം എന്ന് പറഞ്ഞാൽ നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള കേട്ടോ. കാരണം ഉരുട്ടി പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഘർഷണം എന്ന് പറയുന്നത് നിരക്കി കൊണ്ടുവന്നതിനേക്കാളും കുറവേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഘർഷണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ സ്നേഹകങ്ങൾ എന്ന് വിളിക്കും. പ്രീവിയസ് ആണ്. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്നേഹകങ്ങൾ എന്ന് വിളിക്കുക. അപ്പോൾ ലൂബ്രിക്കൻസ്. അപ്പോൾ ഈ സ്നേഹകങ്ങളായിട്ട് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം? ഗ്രീസ്, വെളിച്ചെണ്ണ, അതൊക്കെ സ്നേഹകങ്ങളാണ്. ഗ്രീസ്, അതുപോലെ തന്നെ വെളിച്ചെണ്ണ. പിന്നെയുള്ളൊരു എക്സാമ്പിളാണ് ഈ ഗ്രാഫൈറ്റ്. അപ്പോൾ ഈ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഖരരൂപത്തിലുള്ള സ്നേഹകമാണ് കേട്ടോ. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകം പഠിച്ചു വയ്ക്കുക. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് എന്ത്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഘർഷണം കുറയ്ക്കത്തക്ക വിധത്തിൽ വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന ആ രീതി, ഘർഷണം കുറയ്ക്കുന്ന രീതിയിൽ വസ്തുക്കളുടെ ആകൃതിയിൽ നമ്മൾ രൂപമാറ്റം വരുത്തുക. അതിന് നമ്മൾ ഒരു പേര് പറയും. ആ രീതിയെ എന്താണ്? ധാരാരേഖിതമാക്കൽ. ഓക്കെ, ധാരാരേഖിതമാക്കൽ, സ്ട്രീം ലൈനിങ് അല്ലെങ്കിൽ ധാരാരേഖിതമാക്കൽ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഘർഷണബലം ചെയ്ത പ്രവൃത്തി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. പ്രീവിയസ് ആണ്. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലൂബ്രിക്കൻസ്. ഖരാവസ്ഥയിലുള്ള ലൂബ്രിക്കൻ്റ് ആണ് ആര്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മിനുസമുള്ള പ്രതലം, അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം. മിനുസമുള്ള പ്രതലത്തിലൊക്കെ ഘർഷണം കുറവായിരിക്കും കേട്ടോ. മിനുസമുള്ള പ്രതലം. ഓക്കെ, മിനുസമുള്ള പ്രതലത്തിൽ എന്തായിരിക്കും? ഘർഷണം കുറവായിരിക്കും. പരിപരുത്ത പ്രതലത്തേക്കാൾ ഘർഷണം ഇവിടെ മിനുസമുള്ള പ്രതലത്തിൽ എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ഈ നിരങ്ങൽ ഘർഷണം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു വസ്തുവിന് മേലെ നിരങ്ങി നീങ്ങുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ, ഇപ്പോൾ വാഹനങ്ങളിലും യന്ത്രങ്ങളിലൊക്കെ ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഈ നിരങ്ങൽ ഘർഷണം മൂലമാണ് കേട്ടോ. ബ്രേക്കുകൾ, ഓക്കെ, ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് നിരങ്ങൽ ഘർഷണം മൂലമാണ്. അതേപോലെ തന്നെ വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച്, വസ്തുവിൻ്റെ ഭാരം കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ഘർഷണവും കൂടും. ഭാരം കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഘർഷണവും കൂടിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ യന്ത്രങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ബോൾ ബെയറിങ്സ്, അതൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. യന്ത്രങ്ങളിൽ ബോൾ ബെയറിങ്ങൾ യൂസ് ചെയ്യുന്നത് ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെയുള്ളതാണ് വാഹനങ്ങളുടെ ടയറുകളിൽ നമ്മൾ ഈ ചാലുകളും കട്ടകളൊക്കെ രൂപപ്പെടുത്തുന്നതും അത്ലറ്റ്സൊക്കെ ഉപയോഗിക്കുന്ന ഷൂസിൽ സ്പൈക്കൊക്കെ കൊടുക്കുന്നത് ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലെങ്കിൽ അവർ തെന്നി അപകടം ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഏതൊക്കെ? ഷൂസിൽ സ്പൈക്കുകളൊക്കെ ഘടിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഈ വാഹനങ്ങളുടെ ടയറിലൊക്കെ ചാലുകളും കട്ടകളൊക്കെ രൂപപ്പെടുത്തുന്നത് ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ അങ്ങനെ കൂടിയില്ലെങ്കിൽ അവർ തെന്നി അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഘർഷണം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ആവേഗബലം. അപ്പോൾ ആവേഗബലം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആവേഗബലം എന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഒരു വലിയ ബലം, ചെറിയ സമയത്തേക്ക് നമ്മൾ കൊടുക്കുന്ന വലിയ ബലം. ഓക്കെ, ഒരു ചെറിയ സമയത്തേക്ക് കൊടുക്കുന്ന വലിയ ബലമാണ്. എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചുമരിൽ ആണിയടിക്കുകയാണ്. ചുറ്റിക ഉപയോഗിച്ച് ആണിയടിക്കുമ്പോൾ ചുറ്റിക വെച്ച് നമ്മൾ കൊടുക്കുന്നത് എന്താ? വലിയൊരു ബല. ചെറിയൊരു സമയത്തേക്ക് വലിയൊരു ബലം, ഒരു ഇമ്പാക്റ്റാണ് അവിടെ ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആവേഗബലം എന്ന് പറയാം. ആവേഗബലം എന്ന് നമ്മൾ പറയും. ഇനി യൂണിറ്റ്, ഈ ആവേഗബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ആവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ സെക്കൻഡ്. ആവേഗത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. അതൊന്നും കൊണ്ടല്ല, ആവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേഗബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലത്തിൻ്റെയും സമയത്തിൻ്റെയും പ്രൊഡക്റ്റാണ്. ബലം ന്യൂട്ടൺ അല്ലേ? ബലം ന്യൂട്ടണിലാണ് പറയുക, സമയം സെക്കൻഡിലാണ് പറയുക. അപ്പം ന്യൂട്ടൺ സെക്കൻഡാണ് അതിൻ്റെ യൂണിറ്റ്. ബലത്തിൻ്റെയും സമയത്തിൻ്റെയും എന്തായിരിക്കും?
മൾട്ടിപ്പിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ അതിൽ പഠിച്ചു വയ്ക്കുക, എന്താണ്, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ആവേഗവും ആക്ക വ്യത്യാസവും തുല്യമായിരിക്കും. അതിൻ്റെ മൊമെൻറ്റം, ഇമ്പൾസും മൊമെൻറ്റും തുല്യമായിരിക്കും. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ആവേഗം, ഈ ആവേഗവും അതിലുണ്ടാവുന്ന ആക്കത്തിൻ്റെ വ്യത്യാസവും തുല്യമായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനുള്ള എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ ആണി ചുറ്റിക കൊണ്ടടിച്ച് ചുമരിൽ തറയ്ക്കുമ്പോൾ അത് അവിടെ ഉണ്ടാകുന്നത് ആവേഗബലമാണ്. അതേപോലെ തന്നെ ഈ ക്രിക്കറ്റ് ബോളൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ കൈ കുറച്ചൊന്ന് പുറകിലേക്ക് വലിക്കും. ഓക്കെ, ക്രിക്കറ്റ് ബോൾ പിടിക്കുന്ന സമയത്ത് കൈ ഒന്ന് കുറച്ച് പുറകിലോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന ആ സമയം ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ സമയം കൂടുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന നമുക്ക് അത്ര വേദനയൊന്നും അനുഭവപ്പെടില്ല, അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ എന്താ, കൈ ഒന്ന് പുറകിലേക്ക് വഹിക്കുന്നത് ആ സമയം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയം കൂടുമ്പോൾ നമുക്ക് അവിടെ ആ കയ്യുമുണ്ടാകുന്ന ആ ഇമ്പാക്റ്റ് അതിനനുസരിച്ച് കുറയും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ. ഇനി എന്താണ് ദ്രാവകമർദ്ദം? ഇത് നമുക്ക് പഠിക്കണം. ദ്രാവകമർദ്ദം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദമാണ്. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദമാണ് ദ്രാവകമർദ്ദം എന്ന് പറയുന്നത്. അതെ, അതായത് ഇപ്പോൾ ദ്രാവകങ്ങൾ ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത്, ഇപ്പോൾ ഒരു ദ്രാവകം, അതായത് ഇതിലൊരു ലിക്വിഡ് ഉണ്ടെങ്കിൽ ഈ ദ്രാവകങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു പ്രഷർ, ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശത്തിലേക്കും ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന ആ വ്യാപകമർദ്ദത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദ്രാവകമർദ്ദം എന്ന് വിളിക്കും. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മാപിനി എന്ന് പറയുന്നത്. ഇനി ഈ ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? അതിൻ്റെ ദ്രാവകമർദ്ദവും കൂടും. ഓക്കെ, ദ്രാവകമർദ്ദവും കൂടും എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഇതൊക്കെ ഫോഴ്സുമായി റിലേറ്റഡ് ആണ്. കാരണം മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് പെർ ഏരിയ. അപ്പോൾ അതിനെ അപ്പോൾ പറഞ്ഞ ദ്രാവകം ഒരു യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന ആ ഫോഴ്സിനെ നമ്മൾ ദ്രാവകമർദ്ദം എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി എന്താണ്? ഇനി അതേപോലെ തന്നെയുള്ളതാണ് ചലിക്കുന്ന വായുവിന് മർദ്ദം കുറവാണ്. ചലിക്കുന്ന വായുവിന്, ഇത് പറയാൻ കാരണം നമുക്കിവിടെ ബെർണോളിയുടെ ഒരു തത്വം ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ചലിക്കുന്ന വായുവിന് എന്തായിരിക്കും? മർദ്ദം കുറവായിരിക്കും. ചലിക്കുന്ന വായുവിന് മർദ്ദം കുറവാണ്. അപ്പോൾ വായു വേഗത്തിൽ ചലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മർദ്ദം കുറയും. വായു വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ മർദ്ദം കുറയും എന്നുള്ളതാണ് എന്ത്? ബെർണോളിയുടെ പ്രിൻസിപ്പിൾ, ബെർണോളിയുടെ തത്വം. ഓക്കെ, ബെർണോളിയുടെ തത്വം പറയുന്നത് എന്താണ്? ചലിക്കുന്ന വായുവിൻ്റെ മർദ്ദം കുറവാണ്. അത്ര ആലോചിച്ചാൽ മതി, വായു വേഗത്തിൽ ചലിക്കുമ്പോൾ അവിടെ മർദ്ദം കുറയും എന്നുള്ളതാണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി എന്താണ് പ്ലവക്ഷമ ബലം? പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ദ്രാവകത്തിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ മുങ്ങിയിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു വസ്തു, ഇതാണ് വെള്ളം എന്ന് വയ്ക്കുക, ഇതിലൊന്നില്ലെങ്കിൽ ഭാഗികമായിട്ട് മുങ്ങിയിരിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം, അതായത് ഈ വെള്ളം ഈ വസ്തുവിൽ എത്രത്തോളം ബലം പ്രയോഗിക്കുന്നു അതിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയാം. ഇത് ഏത് ദ്രാവകത്തിലാണോ ഇരിക്കുന്നത് ആ ദ്രവം ഈ ഒരു വസ്തുവിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഈ വസ്തുവിൻ്റെ ഭാരം താഴേക്കും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദ്രാവകം ഈ വസ്തുവിൽ പ്രയോഗിക്കുന്ന ആ ബലത്തിനെ നമ്മൾ പ്ലവക്ഷമ ബലം എന്ന് പറയും. അപ്പോൾ അതായത് ഒരു വസ്തുവിനെ ആ ദ്രാവകത്തിൽ ഉണ്ടായ, അപ്പോൾ ഈ വസ്തുവിനെ ഈ ദ്രാവകത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഭാരക്കുറവാണ് ശരിക്കും പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഈ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും വസ്തുവിൻ്റെ വ്യാപ്തവും. ഇതിലിരിക്കുന്ന ഈ വസ്തുവിൻ്റെ വ്യാപ്തവും ഈ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയുമാണ് പ്ലവക്ഷമ ബലം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ദ്രാവകത്തിലേക്ക് ഒരു കല്ല് താഴേക്ക് വലിയൊരു കല്ലിട്ടു എന്ന് വയ്ക്കുക. അപ്പോൾ ഈ ജലത്തിനടിയിൽ ഈ കല്ലിന് നമുക്ക് ഭാരക്കുറവ് തോന്നും. ഇതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ ഭാരം ഉണ്ടാവുള്ളൂ. ഉള്ളിൽ ഭാരക്കുറവ് തോന്നാനുള്ള കാരണം എന്താ? അത് പ്ലവക്ഷമ ബലമാണ്. അപ്പോൾ വസ്തുവിന് ആ ദ്രവത്തിലുണ്ടായിട്ടുള്ള ഭാരക്കുറവ്, ഈ വസ്തുവിലിട്ടപ്പോൾ ഈ വസ്തുവിന് ഈ ദ്രാവകത്തിലുണ്ടായ ആ ഭാരക്കുറവാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ആർക്കിമിഡീസ് തത്വം പറയുന്നത് എന്താ? ഈ പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ് ആർക്കിമിഡീസ് തത്വം. നമ്മൾ പറഞ്ഞു ഒരു വസ്തു ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിലനുഭവപ്പെടുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. അപ്പോൾ ആ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൽ ഒരു വസ്തു ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ഈ വസ്തു
വസ്തു ആദേശം ചെയ്ത ദ്രാവകം, ഈ വസ്തു ഇവിടെ ഇരിക്കുമ്പോൾ എത്ര ദ്രാവകത്തെയാണോ ആദേശം ചെയ്തത് അതിന് ഈക്വലായിരിക്കും ഈ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ദ്രാവകം വസ്തുവിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് അല്ലേ. അപ്പം നമ്മളിപ്പോൾ നോക്കുക, ഇപ്പം നിറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ ഒരു വസ്തുവിനെ നമ്മൾക്ക് ഇതിലേക്ക് ഇടുമ്പോൾ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് പുറത്തേക്ക് പോകും അല്ലേ. അത് ഇതിൻ്റെ വ്യാപ്തത്തിന് ഈക്വൽ ആയിട്ടുള്ള വെള്ളമാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുക. അതാണ് ഈ വസ്തു ആദേശം ചെയ്ത ദ്രാവകം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നമ്മളൊരു ദ്രാവകത്തിൽ ഒരു വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടായിട്ടുള്ള പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന്, ഈ വസ്തു എത്രത്തോളം ദ്രവമാണോ ഇവിടെ ആദേശം ചെയ്യുന്നത് അതിൻ്റെ ഭാരത്തിന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ആർക്കിമിഡീസ് തത്വം. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയി വരുമ്പോൾ ഇതൊക്കെ പഠിക്കുക. ഇതൊക്കെ എൻ സി ആർ ടിയിലൊക്കെ ഉള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ആർക്കിമിഡീസ് തത്വം എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എന്താണ് ഒരു വസ്തു ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഈ ഒരു ദ്രവത്തിൽ വെക്കുമ്പോൾ ദ്രവം പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. അപ്പോൾ ഈ പ്ലവക്ഷമ ബലം എന്തിനു തുല്യമായിരിക്കും? ഈ വസ്തു ആദേശം ചെയ്ത ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത് ആർക്കിമിഡീസ് തത്വം. ഇനി പ്ലവന തത്വം എന്ന് പറഞ്ഞാൽ അവിടെ 2 പോയിന്റാണ്. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും നമ്മൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. എങ്ങനെയാണെങ്കിൽ പൊങ്ങിക്കിടക്കുമ്പോൾ. ഇനി മുങ്ങിക്കിടക്കുകയാണെങ്കിലോ, ഒരു വസ്തു ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്ന് വിചാരിക്കുക. മുങ്ങിക്കിടക്കുമ്പോഴാണെങ്കിൽ വ്യാപ്തത്തിൻ്റെ ടേമിലാണ് നമ്മൾ പറയുക. എന്താണ്? വസ്തുവിൻ്റെ വ്യാപ്തവും, അവിടെ നമ്മൾ വ്യാപ്തം വെച്ച് പറയണം. വസ്തുവിൻ്റെ വ്യാപ്തവും അതുപോലെ തന്നെ അത് ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ ആദേശം ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തവും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തവും തുല്യമായിരിക്കും. പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ ഭാരം വെച്ച് പറയണം. വസ്തുവിൻ്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. മുങ്ങിക്കിടക്കുമ്പോൾ ആ വസ്തുവിൻ്റെ വ്യാപ്തവും അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തവും തുല്യമായിരിക്കും എന്ന് പറയുന്നതാണ് എന്ത്? പ്ലവനതത്വം എന്ന് പറയുന്നത്. ഇനി പാസ്കൽ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്കൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ദ്രാവകം. ഓക്കെ, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ മർദ്ദം പ്രയോഗിക്കുന്നത് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ മർദ്ദം പ്രയോഗിക്കുകയാണെങ്കിൽ അത് ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു എന്ന് പ്രസ്താവിച്ചത് ആരാണ്? പാസ്കലാണ്, ബ്ലെയ്സ് പാസ്കലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിയമമാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു പോയിന്റും കൂടെ ഉണ്ട്. എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിലെ ഒരേ ഉയരത്തിലുള്ള എല്ലാ ബിന്ദുക്കളിലും, അപ്പോൾ ഇതുണ്ടോ, ഇതാണ് ഇപ്പോൾ ദ്രവം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരേ ഉയരത്തിലുള്ള, ഇവിടെ നിന്ന് ഈ ഒരു ഉയരം ഞാൻ കൺസിഡർ ചെയ്യാണ്, ഒരേ ഉയരം അതുകൊണ്ട്. അപ്പോൾ ഈ ഒരേ ഉയരത്തിലുള്ള ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിലും, ഒരേ ഉയരത്തിലുള്ള ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാലും അവിടെയൊക്കെ എന്തായിരിക്കും? ഒരേ മർദ്ദമായിരിക്കും. ഇതും പാസ്കൽ ലോ തന്നെയാണ്. അപ്പോൾ 2 പോയിന്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ദ്രവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ മർദ്ദം പ്രയോഗിച്ചാൽ അതിൻ്റെ എല്ലാ ഭാഗത്തും അത് ഒരുപോലെ അനുഭവപ്പെടും. അതേപോലെ തന്നെ ഒരേ ഹൈറ്റിലുള്ള ബിന്ദുക്കളിൽ, കണ്ടോ, ഇതിൽ ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രാവകത്തിൻ്റെ ഒരേ ഹൈറ്റിൽ, എച്ച് സെയിം ആയിരിക്കണം ഇവിടെയൊക്കെ, ഒരേ ഹൈറ്റിലുള്ള എല്ലാ പോയിന്റുകളും, ഇത് ഏത് പോയിന്റ് നമ്മൾ എടുത്താലും ഇവിടുത്തെയൊക്കെ പ്രഷർ, ഇവിടുത്തെയൊക്കെ മർദ്ദം എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കും എന്ന് പറഞ്ഞത് ആരാ? പാസ്കലാണ്. അപ്പോൾ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ആരൊക്കെ? ഹൈഡ്രോളിക് എന്നുള്ള പേര് വെച്ചിട്ട് എന്ത് വന്നാലും ഹൈഡ്രോളിക് ജാക്ക് ഉണ്ട്, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്. ഓക്കെ, അപ്പോൾ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക് ആൻഡ് ഹൈഡ്രോളിക് പ്രസ്. അപ്പോൾ ഇതിൽ നമ്മൾ ആർക്കിമിഡീസ് തത്വം എന്താണെന്നുള്ളത് പഠിക്കുക, പ്ലവന തത്വത്തിൻ്റെ ഈ 2 പോയിന്റുകൾ പഠിക്കുക, അതുപോലെ പാസ്കൽ നിയമം വെച്ച് പ്രവർത്തിക്കുന്ന ഇതിൻ്റെയൊക്കെ പേരുകൾ. കാരണം ഹൈഡ്രോളിക് ജാക്കിൻ്റെയും ലിഫ്റ്റിൻ്റെയും ബ്രേക്കിൻ്റെയും പ്രസ്സിൻ്റെയും ഒക്കെ പിന്നിലുള്ള നിയമം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമാണ് പാസ്കൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം പ്രയോഗിച്ച് നമുക്ക് വാതകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ. ഗ്യാസ് സിലിണ്ടറിലൊക്കെ വാതകങ്ങളുടെ വ്യാപ്തം നമുക്ക് മർദ്ദം പ്രയോഗിച്ച് ഗ്യാസിനെ അടിച്ചമർത്താൻ പറ്റും. പക്ഷേ മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല.
മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് പാസ്കൽ നിയമമാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സാന്ദ്രത. പ്രീവിയസ് ആയി സാന്ദ്രതയെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെർ വോള്യം ആണ്. മാസ് ഇത് വ്യാപ്തം. അതായത് ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സാന്ദ്രത എന്ന് വിളിക്കുക. ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിൻ്റെ അളവാണ് സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാലോ സാന്ദ്രതയുടെ യൂണിറ്റ് എന്തായിരിക്കും? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വോള്യത്തിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബാണ് അല്ലേ? അപ്പോൾ കിലോഗ്രാം മീറ്റർ ക്യൂബ് എന്നുള്ളതാണ് ഇതിൻ്റെ SI യൂണിറ്റ് വരുന്നത്. ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? മാസിന് നമ്മൾ M എന്നാണ് കൊടുക്കുക. വോള്യം എന്ന് പറഞ്ഞാൽ മീറ്ററിലാണ്, അതായത് ലെങ്ത് ആണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, L³ എന്നാണ് കൊടുക്കുക, അതായത് ml⁻⁻3. ഈ ഡയമെൻഷണൽ ഫോർമുല PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചില ക്വാണ്ടിറ്റിയുടെ സാന്ദ്രതയുടെ അല്ല, വേറെ ഏതിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡയമെൻഷണൽ ഫോർമുല എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കുക. അതിൽ ഒരുപാട് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സാന്ദ്രത എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ? ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബും അതിൻ്റെ യൂണിറ്റ് തന്നെയാണ്. SI യൂണിറ്റ് പറയുമ്പോൾ kg/m³ എന്നാണ് പറയുക. ഇനി ജലത്തിന് പരമാവധി സാന്ദ്രതയുള്ള ടെമ്പറേച്ചർ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് പരമാവധി സാന്ദ്രത. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു സാന്ദ്രത എന്ന് പറയുന്നത് മാസ് പെർ വോള്യം ആണ് അല്ലേ? അതായത് സാന്ദ്രതയും വ്യാപ്തവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അതിൻ്റെ അർത്ഥം എന്താ? സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ വ്യാപ്തം കുറയും. അപ്പോൾ ജലത്തിന് പരമാവധി സാന്ദ്രത 4 ഡിഗ്രിയിലാണെന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം വ്യാപ്തമുള്ളത് 4 ഡിഗ്രിയിലാണ് എന്നാണ് അർത്ഥം. സാന്ദ്രത ഏറ്റവും കൂടുതലാണെങ്കിൽ വ്യാപ്തം ഏറ്റവും കുറവ്. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ജലത്തിന് പരമാവധി സാന്ദ്രതയുള്ളത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്, മിനിമം വ്യാപ്തമുള്ളതും 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി ഈ പോയിന്റ്, ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത എന്താ ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു. ഇനി നമുക്കറിയാം ഈ ജലത്തിൽ ഐസ് കട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ജലത്തിൽ പൊന്തിക്കെടുക്കും. കാരണം എന്താ? ജലത്തിനേക്കാൾ സാന്ദ്രത കുറവാണ് ആർക്ക്? ഈ മഞ്ഞുകട്ട അല്ലെങ്കിൽ ഐസ് കട്ട, മഞ്ഞുകട്ടയ്ക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ്. അതേപോലെ തന്നെ കടൽ ജലവും ശുദ്ധജലവും തന്നാൽ, കടൽ ജലമുണ്ട് അതേപോലെ തന്നെ ശുദ്ധജലം, ഇത് തന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഇവിടെ സാന്ദ്രത കൂടുതലെന്ന് അറിയാൻ? അത് നമുക്കറിയാം കടൽ ജലത്തിലെ ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നമുക്ക് നീന്താൻ കഴിയും. അത് കടൽ ജലത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ്. ഈ ശുദ്ധജലത്തേക്കാളും സാന്ദ്രത കൂടുതൽ കടൽ ജലത്തിനാണ്. അത് ഓർത്തിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓർഡറൊക്കെ എഴുതാൻ വരും. അപ്പോൾ സമുദ്രജലത്തിനാണ് സാന്ദ്രത കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമുദ്രജലത്തിൽ ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ പെട്രോൾ ജലത്തിന് മുകളിൽ പരക്കാൻ കാരണം എന്താ? പെട്രോളിന് സാന്ദ്രത കുറവായതുകൊണ്ടാണ്. സാന്ദ്രത കുറഞ്ഞൊക്കെ ഇങ്ങനെ മുകളിൽ കിടക്കും, സാന്ദ്രത കൂടി അത് താഴേക്ക് പോകും. ഓക്കെ, ഇനി പദാർത്ഥങ്ങൾക്ക് ഏറ്റവും കുറവ് സാന്ദ്രത ഉള്ളത് വാതകാവസ്ഥയിലും കൂടുതൽ സാന്ദ്രതയുള്ളത് എവിടെയാ? ഖരാവസ്ഥയിലുമാണ്. അത് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ വാതകാവസ്ഥയിൽ സാന്ദ്രത കുറവും ഖരാവസ്ഥയിൽ സാന്ദ്രത കൂടുതലുമാണ്. അപ്പോൾ ആ ഓർഡറൊക്കെ ചോദിക്കാം ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്താണ് ആപേക്ഷിക സാന്ദ്രത. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ ആപേക്ഷിക സാന്ദ്രത കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വസ്തുവിൻ്റെ സാന്ദ്രത നമുക്ക് തന്നിട്ടുണ്ടാവും. വസ്തുവിൻ്റെ സാന്ദ്രതയെ ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വസ്തുവിൻ്റെ ആപേക്ഷിക സാന്ദ്രത കിട്ടും. അപ്പോൾ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ സാന്ദ്രതയുടെയും ജലത്തിൻ്റെ സാന്ദ്രതയുടെയും ബന്ധിപ്പിക്കുന്ന ഒരു ആനുപാതിക സംഖ്യയാണ്. ഇവരുടെ അനുപാതം, വസ്തുവിൻ്റെ സാന്ദ്രതയുടെയും ജലത്തിൻ്റെ സാന്ദ്രതയുടെയും അനുപാതമാണ് ആപേക്ഷിക സാന്ദ്രത. അപ്പം ന്യൂമറേറ്ററിലും സാന്ദ്രതയാണ്, ഡിനോമിനേറ്ററിലും സാന്ദ്രതയാണ്. അപ്പോൾ ഇതിന് യൂണിറ്റ് ഉണ്ടോ? അപ്പോൾ ഇത് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. ഇതിന് യൂണിറ്റ് ഇല്ല. കാരണം മുകളിൽ സാന്ദ്രതയുടെ യൂണിറ്റ് നമുക്കറിയാം kg/m³. താഴെയും സാന്ദ്രതയുടെ യൂണിറ്റ് kg/m³. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ അതിന് എന്തില്ല? അതിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. മണ്ണെണ്ണയുടെ സാന്ദ്രത തന്നു നമുക്ക്. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെന്ന് തന്നു. അതിൻ്റെ ആപേക്ഷിക സാന്ദ്രത നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ആപേക്ഷിക സാന്ദ്രത കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? ഈ മണ്ണെണ്ണയുടെ സാന്ദ്രതയെ ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ജലത്തിൻ്റെ സാന്ദ്രത അപ്പോൾ എത്രയാണെന്ന് നമുക്ക് അറിയണം. എത്രയാ?
അത് 1000 1000 kg/m³. ഇത് കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. അത് തരില്ല ക്വസ്റ്റ്യനിൽ. കണ്ടോ, മണ്ണെണ്ണയുടെ സാന്ദ്രത തന്നിട്ടുണ്ടാവും, ആപേക്ഷിക സാന്ദ്രത കാണാൻ പറഞ്ഞാൽ ഏതാണോ തന്നിട്ടുള്ളത് അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ജലത്തിൻ്റെ സാന്ദ്രത 1000 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ 0.810 എന്ന് കിട്ടും. ഇതിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ 0.810 എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അവിടെ ഇനി kg/m³ എന്ന് എഴുതരുത്. ഇത് ആപേക്ഷിക സാന്ദ്രതയാണ്, ഇതിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ ഏത് സംഖ്യ തന്നാലും അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1000 ആണ് ജലത്തിൻ്റെ സാന്ദ്രത എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അപ്പോൾ ആർദ്രത അളക്കുന്ന ഒരു ഉപകരണമുണ്ട്, അതും കൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചു വയ്ക്കുക. അതെന്താ? ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ ആണ് ആർദ്രത അളക്കുന്നത്. ഇത് സാന്ദ്രത അളക്കാനുള്ളതാണ്. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാലിൻ്റെ ശുദ്ധത അളക്കാനുള്ളത് ഏതാ? അത് ലാക്ടോമീറ്റർ. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അഡിഷൻ ബലം എന്താ, കൊഹിഷൻ ബലം എന്താ, ഇതൊക്കെ പണ്ട് ചോദിക്കാറുണ്ട് PSC. അപ്പോൾ നോക്കുക, ഒരേ ഇനം തന്മാത്രകൾ, ഒരേപോലത്തെ തന്മാത്രകൾക്കിടയിലുള്ള ബലത്തിനെ നമ്മൾ കൊഹിഷൻ ബലം എന്ന് പറയും. കൊഹിഷൻ, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് കൊഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് അഡ്ഹീഷൻ ബലം. അപ്പോൾ ഒരേ ഇനം തന്മാത്ര എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു ജലത്തുള്ളി നമ്മൾ എടുക്കണം, ഒരു ഡ്രോപ്പ്, ഒരു വാട്ടർ ഡ്രോപ്പ് എടുത്താൽ അതിനുള്ളിൽ നിറയെ തന്മാത്രകൾ ഉണ്ടാവുമല്ലോ, ഒരേപോലത്തെ തന്മാത്രകളാണ് ഉണ്ടാവുക. ഇത് വാട്ടർ ഡ്രോപ്പാണ്. അപ്പോൾ ആ തന്മാത്രകൾ, ഇത് ഒരേപോലത്തെ തന്മാത്രകളാണ്, അവർക്കിടയിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് എന്താ? കൊഹിഷനാണ്. ജലതന്മാത്രയ്ക്കുള്ളിലെ തന്മാത്രകളുടെ ആകർഷണ ബലം കൊഹിഷനാണ്. കാരണം അതിൽ ഒരേ ഇനം തന്മാത്രകളാണ് ഉള്ളത്. അപ്പോൾ അഡീഷന് എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും? അപ്പോൾ അത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ളതാണ്. അപ്പോൾ ഈ ചോക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ബോർഡിൽ എഴുതുക. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ ആ ചോക്ക് കഷ്ണങ്ങൾ അവിടെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്ത തന്മാത്രകളാണ്, അത് അവരുടെ ആകർഷണത്തെ കാണിക്കുന്നത്. അപ്പോൾ ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത്. പിന്നെ ഇത് നമുക്ക് പറയാം. പിന്നെ കറൻസി നോട്ട് എണ്ണുമ്പോൾ നമ്മൾ വിരലുകൾ ഇടയ്ക്ക് നനച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈർക്കിൽ ജലത്തിൽ മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈർക്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ജലത്തിൽ മുക്കുക. ജലത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ജലം പറ്റിപ്പിടിച്ചിരിക്കും. ജലത്തിൽ മുക്കുമ്പോൾ ജലം അതിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ കാരണം എന്താ? അതും അഡീഷനാണ്. ഇതൊക്കെ വ്യത്യസ്ത ഇനം തന്മാത്രകളല്ലേ. അപ്പോൾ വ്യത്യസ്ത ഇനം തന്മാത്രകൾ വരുമ്പോൾ അവിടെ അഡീഷനാണ്. ഒരേ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുമ്പോൾ അത് കൊഹീഷനാണ്. ഇനി നമുക്ക് കേശികത്വം എന്താണെന്ന് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. കേശികത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരിയ കുഴലുകളിലൂടെയോ അല്ലെങ്കിൽ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ഒക്കെ ദ്രാവകങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് ഉയരുകയോ അല്ലെങ്കിൽ താഴുകയോ, ഉയർച്ച അല്ലെങ്കിൽ താഴ്ച ഉണ്ടാവാം, ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. അപ്പോൾ ഈ കേശികത്തിന് എക്സാമ്പിൾ ഇതാണ്. ഈ തിരിയൊക്കെ ഉണ്ടല്ലോ, വിളക്ക് തിരിയൊക്കെ എണ്ണയെ വലിച്ചെടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചുമരിലൊക്കെ മഴക്കാലത്ത് നനവ് പടർന്നിരിക്കുന്നതിനൊക്കെ കാരണം ഈ കേശികത്വമാണ്. അപ്പോൾ ഈ കേശികത്തിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. കേശിക ഉയർച്ച ഉണ്ടാവാം, കേശിക താഴ്ച ഉണ്ടാവാം. ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്യൂബുകളിലൂടെ വാട്ടർ ഉയരുന്നതാണ്. നമ്മുടെ താഴേക്ക് എന്തുണ്ട്? ഭൂഗുരുത്വാകർഷണ ബലമുണ്ട്. അപ്പോൾ ഭൂമിയുടെ ആകർഷണ ബലത്തിന് എതിരായിട്ട് ദ്രാവകം മുകളിലേക്ക് ഉയരുന്നതിനെ ഉയർച്ച എന്ന് പറയും. എന്നാൽ താഴുന്നതിനെ താഴ്ച എന്ന് പറയും. അപ്പോൾ ജലമൊക്കെ ഉയർച്ചയാണ് കാണിക്കുക. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി. മെർക്കുറിയിൽ കേശിക താഴ്ചയാണ് ഉണ്ടാവുക. എന്നാൽ ജലം പോലത്തേക്കുള്ള ദ്രാവകങ്ങളാണെങ്കിൽ അവിടെ കേശിക ഉയർച്ചയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കേശിക ഉയർച്ചയ്ക്ക് കാരണമായ ബലം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രതല ബലമാണ്. ഇതെന്താണെന്ന് നമ്മൾ പറയും? സർഫസ് ടെൻഷൻ. കേശിക ഉയർച്ചയ്ക്ക് പിന്നിലുള്ള ബലം പ്രതല ബലമാണ് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകമാണ് എന്ത്? മെർക്കുറി എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഈ കേശിക ഉയർച്ച ഉണ്ടാവുക? എപ്പോഴാണ് കേശിക താഴ്ച ഉണ്ടാവുന്നത്? കേശിക ഉയർച്ച ഉണ്ടാവുന്നത് അഡിഷൻ ബലം കൊഹിഷനേക്കാൾ കൂടുതലായാൽ. അഡിഷൻ കൊഹിഷനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ കേശിക ഉയർച്ചയാണ് ഉണ്ടാവുക. ഇനി അഡിഷൻ ബലത്തെക്കാളും കൊഹിഷൻ കൂടിക്കഴിഞ്ഞാലോ, അതായത് അഡിഷൻ കുറവാണെങ്കിൽ, അഡിഷൻ കുറവ് കൊഹിഷനാണ് കൂടുതലെങ്കിൽ എന്തുവരും? കേശിക താഴ്ചയും ഉണ്ടാവും അവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് വിസ്കസ് ബലം. എന്താണ് വിസ്കസ് ബലം? ഒന്നുമില്ല, ഈ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഉണ്ടാവുന്നതാണ്. ഇപ്പം നമ്മൾ വാട്ടറിനെ താഴേക്ക് നമ്മളിങ്ങനെ ഒഴുക്കി വിടുകയാണ്. അതേപോലെ തേനോ ഗ്ലിസറിനോ ഇത്തിരി തിക്കായിട്ടുള്ള ദ്രാവകത്തിനെയും താഴേക്ക് ഒഴുക്കുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യം ആരായിരിക്കും എത്തുക? ജലമായിരിക്കും അല്ലേ? ജലം ആദ്യം എത്തും, തേൻ പതുക്കെ വരുള്ളൂ, കാരണം ഇച്ചിരി കട്ടി കൂടുതലാണ് തേന്. അപ്പോൾ ഇങ്ങനെ ഈ ദ്രാവകങ്ങൾ താഴേക്ക് ഇങ്ങനെ ചലിക്കുമ്പോൾ, അല്ലെങ്കിൽ ദ്രാവകങ്ങൾ ചലിക്കുമ്പോൾ അതിനെതിരായിട്ട് ഉണ്ടാവുന്ന ഒരു ഫോഴ്സ്, നമ്മൾ ഘർഷണ ബലമൊക്കെ പറയില്ലേ, അതുപോലെ
പോലെ അതിനെതിരായിട്ടുണ്ടാകുന്ന ആ ഒരു ഫോഴ്സിനെയാണ് വിസ്കസ് ബലം എന്ന് പറയാം. അപ്പോൾ ഇവിടെ വിസ്കസ് ബലം തേനിന് കൂടുതലായതുകൊണ്ടാണ് അത് മെല്ലെ ഒഴുകുന്നത്. കാരണം തേൻ താഴേക്ക് ഒഴുകുമ്പോൾ നല്ല ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബലം കുറച്ച് കൂടുതലാണ് വാട്ടറിനേക്കാൾ. വാട്ടറിന് ഈ ഓപ്പോസിറ്റ് ബലം, ഈ വിസ്കസ് ബലം കുറവാണ്. അപ്പോൾ അത് വേഗം താഴേക്ക് വരും, അതിനെ ഒപ്പോസ് ചെയ്യാൻ വേറെ ആരുമില്ല. പക്ഷെ തേനിന് ഈ ഓപ്പോസിറ്റ് ബലം കൂടുതലായതുകൊണ്ട് അത് മെല്ലെ താഴേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വിസ്കസ് ബലം കൂടുതലുള്ള ആളാണ് തേൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിസ്കസ് ബലം എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഘർഷണബലം, അതാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു സവിശേഷ സ്വഭാവത്തെ നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയും. അതിനെ നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് പോയിസലാണ്. പോയിസൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. ഇത് കൂടാതെ ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ് ടു -2 ഒക്കെ ഉണ്ട്. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ടെക്സ്റ്റിലുള്ളതാണ്. പോയിസിലാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി വിസ്കോസിറ്റി കൂടുതലുള്ള ആൾക്കാരെ, വിസ്കോസിറ്റി കൂടുതലുള്ള ആൾക്കാരെ നമ്മൾ വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറയും. വിസ്കോസിറ്റി കുറഞ്ഞവയെ മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, വിസ്കോസിറ്റി കുറഞ്ഞത് കുറച്ച് ലൂസായിട്ടുള്ള ദ്രാവകങ്ങളാണ്. ഏതൊക്കെയാ? ജലം, ആൽക്കഹോള്, മണ്ണെണ്ണ, അതിനൊക്കെ വിസ്കസ് ഫോഴ്സ് കുറവാണ്. ആൽക്കഹോൾ ഇതിനൊക്കെ വിസ്കസ് ഫോഴ്സ് കുറവാണ്. എന്നാൽ തിക്കായിട്ടുള്ള ഗ്ലിസറിൻ, അതേപോലെ തേൻ, പിന്നെ രക്തം, കോൾട്ടാർ ഇതിനൊക്കെ എന്താണ്? ഇതൊക്കെ തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പോൾ അവയെ വിസ്കസ് ദ്രാവകങ്ങളെന്നും കുറഞ്ഞവയെ മൊബൈൽ ദ്രാവകങ്ങളെന്നും വിളിക്കും. ഇനി വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമമാണ് സ്റ്റോക്സ് നിയമം. അതൊരു ഇക്വേഷനാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പഠിക്കേണ്ട. അപ്പോൾ സ്റ്റോക്സ് നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി താപനില വർദ്ധിക്കുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്താ മാറ്റം ഉണ്ടാവുക? താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്കോസിറ്റി കുറയും. ദ്രാവകങ്ങളിൽ വിസ്കോസിറ്റി കുറയും. എന്നാൽ വാതകങ്ങളിൽ നേരെ തിരിച്ചാണ്. എന്താണ്? വിസ്കോസിറ്റി കൂടും. കണ്ടോ? അപ്പോൾ വാതകങ്ങളിൽ താപനില വർദ്ധിക്കുമ്പോൾ വിസ്കോസിറ്റി കൂടും, ദ്രാവകങ്ങളിൽ വിസ്കോസിറ്റി കുറയാണ് ചെയ്യുക താപനില വർദ്ധിക്കുമ്പോൾ. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി എന്താണ് പ്രതലബലം? പ്രതലബലം എന്ന് പറയുന്നത് ഒരു ഉപരിതല ബലമാണ്. ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ഒരു ബലമാണ് പ്രതലബലം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതലബലം ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് പ്രതലബലം. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രതല വിസ്തീർണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബലം ഉളവാക്കുന്നത്. വിസ്തീർണം കുറയ്ക്കാൻ, അതായത് ദ്രാവകത്തിൻ്റെ ഉപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാനായിട്ട് ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ ഈ വാട്ടറിൻ്റെ സർഫസിൽ അനുഭവപ്പെടുന്ന ആ ബലമാണ് സർഫസ് ടെൻഷൻ. അപ്പോൾ ഈ സർഫസിൽ ഒരേപോലത്തെ മോളിക്യൂൾസാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഈ ഒരേപോലത്തെ മോളിക്യൂൾസിനിടയിലുള്ള ആകർഷണ ബലമാണ് ഇതൊരു വലിവ് ബലമാണ്. ഒരു ഇലാസ്റ്റിക് ബലമാണിത്. ഈ ഒരു വലിവ് ബലത്തിന് കാരണം ഇവിടെയുള്ള ഒരേപോലെയുള്ള തന്മാത്രകൾക്ക് ഇടയിലുള്ള ആകർഷണ ബലമാണ്. അപ്പോൾ അതെന്താണ്? ഒരേ തന്മാത്രകൾക്കിടയിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ കൊഹിഷൻ എന്നാണ് വിളിക്കുക അല്ലേ? അപ്പോൾ ഈ പ്രതലബലത്തിന് കാരണം എന്താണ്? കൊഹിഷൻ ബലമാണ്. അത് ഓർത്തിരിക്കണം. പ്രതലബലത്തിന് കാരണം കൊഹിഷൻ ബലമാണ്. ഈ സർഫസിലുള്ള മോളിക്യൂൾസിലെ ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് ഈ പ്രതലബലത്തിന് കാരണം. ഓക്കെ, അപ്പോൾ ഈ പ്രതലബലം കാരണമാണ് മഴത്തുള്ളികൾ ഗോളാകൃതി രൂപീകരിച്ചിട്ടുള്ളത്. മഴത്തുള്ളികൾക്ക് ഗോളാകൃതി വരാൻ കാരണം എന്താ? മറ്റാകൃതി ഒന്നുമില്ലാതെ ഗോളാകൃതി എന്ന് പറയുന്നതിന് വിസ്തീർണം കുറവാണ്. നമ്മൾ പറഞ്ഞു വിസ്തീർണം പരമാവധി കുറയ്ക്കാനായിട്ട് ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം. അപ്പോൾ ആ വിസ്തീർണം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നത്. ഇനി ചൂട് കൂടുമ്പോൾ പ്രതലബലത്തിന് എന്താ സംഭവിക്കുക? ചൂട് കൂടിയാൽ പ്രതലബലം കുറയും. അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾ എന്താ? ഈ ഇൻസെക്ട്സ് ഒക്കെ, അതായത് ഷഡ്പദങ്ങളൊക്കെ ഈ ജലോപരിതലത്തിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ഈ ഒരു ജലത്തിൻ്റെ ഉപരിതലം ഒരു പാട പോലെ ആക്ട് ചെയ്യും. അതാണ് ഈ സർഫസ് ടെൻഷൻ. അതുകൊണ്ടാണ് ഈ ജലോപരിതലത്തിൽ നടക്കാനും ഇരിക്കാനും ഒക്കെ ഈ ഷഡ്പദങ്ങൾക്ക് പറ്റുന്നത്. അതേപോലെ തന്നെ ഈ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ അഴുക്ക് കളയാറുണ്ട് അലക്കുമ്പോൾ അല്ലേ? അപ്പോൾ ഈ സോപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രതലബലം കുറയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. സോപ്പ് പ്രതലബലം കുറയ്ക്കും, അപ്പോൾ അഴുക്ക് അതിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ സോപ്പ് അവിടെ എന്താ ചെയ്യുന്നത്? പ്രതലബലം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ഇനി എന്താണ്
ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി, ഇലാസ്തികതയും പ്ലാസ്റ്റികതയും, ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി. അതൊന്നുമില്ല, നമ്മൾ ഒരു ബലം പ്രയോഗിച്ച്, ഇപ്പോൾ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ സ്പ്രിങ്ങോ എന്തായിക്കോട്ടെ, ഈ ബലം പ്രയോഗിച്ച് ഞാൻ ഇതിനെ വലിച്ചു നീട്ടുന്നു. ആ ബലം ഞാൻ റിലീസ് ചെയ്താൽ, ആ ഫോഴ്സ് റിലീസ് ചെയ്താൽ ഇത് തിരിച്ച് വീണ്ടും എൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക് വരും അല്ലേ. സ്പ്രിങ് അങ്ങനെയാണ്, നമ്മൾ സ്പ്രിങ് വലിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും എൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക് വരും. അതിനെയാണ് നമ്മൾ ഇലാസ്തികത എന്ന് വിളിക്കുക. നമ്മൾ അതിൽ കൊടുക്കുന്ന ആ ബലം നീക്കം ചെയ്താൽ അത് അതിൻ്റെ പഴയ ആകൃതിയിലും വലുപ്പത്തിലും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അതിനെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയും, ആ ഒരു പ്രത്യേകത. എന്നാൽ അത് തിരിച്ചു വരുന്നില്ലെങ്കിലോ, നമ്മൾ വലിച്ചു നീട്ടി അപ്പോൾ അതിനൊരു രൂപം വന്നു, പിന്നെ നമ്മൾ ആ ഫോഴ്സ് വിടിയിച്ചാലും അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് അത് വരുന്നില്ലെങ്കിൽ അതിന് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ആ ഒരു പ്രത്യേകതയെ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ ഞാനിവിടെ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലെങ്ത്തിലുണ്ടാവുന്ന ഈ ഇൻക്രിമെൻറ്റ് ഞാൻ കൊടുത്ത ഫോഴ്സിന് നേറനുപാതത്തിലായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു നൂലുണ്ട്, ഞാൻ ഇതിൻ്റെ താഴെ എന്ത് കൊടുത്തു, ഒരു മാസ്, ഒരു വെയിറ്റ് ഇവിടെ ഇട്ടേക്കാണ്. അപ്പോൾ ഈ വെയിറ്റിൻ്റെ ഈ ഭാരം മൂലം എന്ത് ചെയ്യും, ഈ ഒരു സ്ട്രിങ് താഴേക്ക് വലിയും അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ലെങ്ത്ത് ഈ വെയിറ്റിന് നേരെ പ്രൊപ്പോർഷനിലാണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് നേരെ പ്രൊപ്പോർഷനിലായിരിക്കും ഇവിടെ ഉണ്ടായ നീളത്തിലുണ്ടായ ചേഞ്ച്. അത് പറയുന്നതാണ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ അതാണ്, എന്താണ്, നമ്മളൊരു വസ്തുവിൻ്റെ നീളത്തിലുണ്ടാകുന്ന വ്യത്യാസം നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തിനോ അല്ലെങ്കിൽ ഇതിൽ തൂക്കിയിടുന്ന ഈ ഭാരത്തിനോ നേറനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നതാണ് എന്ത്, ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ അടിസ്ഥാന ബലമാണ്. അതായത് രണ്ട് വസ്തുക്കൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഈ ഒരു ബലമാണ് എന്തെന്ന് പറയുന്നത്, ഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഇവിടെ m1 മാസുള്ള ഒരു വസ്തുവും ഇവിടെ m2 മാസുള്ള ഒരു വസ്തുവും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവർക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ആയിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു d² ആയിരിക്കും. അതായത് ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് അവരുടെ മാസിൻ്റെ പ്രൊഡക്റ്റിന് നേരെ അനുപാതത്തിലും അവരുടെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും, നോക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. ഇത് ആവിഷ്കരിച്ചത് ന്യൂട്ടനാണ്. ഗുരുത്വാകർഷണ നിയമം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ വസ്തുക്കളും തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നുണ്ട്. വളരെ ദുർബലമായിട്ടുള്ള ബലമാണിത്. അപ്പോൾ രണ്ട് വസ്തുക്കളും തമ്മിൽ ആകർഷിക്കുന്നുണ്ട്. ആ ആകർഷണ ബലം എന്ന് പറയുന്നത് ഇവരുടെ മാസിൻ്റെ പ്രൊഡക്റ്റിന് നേരാനുപാതത്തിലും ഇവരുടെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് വിപരീതാനുപാതത്തിലും ആയിരിക്കും. അപ്പം നമ്മളതിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, gm1 m2/d² എന്നാണ് കിട്ടുക. ഈ ജീനെ നമ്മൾ പറയും ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. ഇതിനൊരു വാല്യൂ ഉണ്ട്. ഈ ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ വിലയാണ് 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ഈ വാല്യൂ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് കേട്ടോ. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പോൾ ഇത് ഇവിടെ പറയുന്നുണ്ട് കണ്ടോ, ഈ ഗുരുത്വാകർഷണ ബലം എഫ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള, വസ്തുക്കളുടെ മാസിനെയും അവരുടെ ഡിസ്റ്റൻസിനെയും, കണ്ടോ, വസ്തുവിൻ്റെ മാസിനെയും അവർ തമ്മിലുള്ള അകലത്തെയുമാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ പറയാനുള്ളത്, ഈ ഫോഴ്സ്, ഈ മാസ് ഇരട്ടിയാക്കിയാൽ ഫോഴ്സിന് എന്താ സംഭവിക്കുക, മാസ് m1 എന്നുള്ളത് 2m1 ആക്കി മാറ്റി. അപ്പോൾ ഫോഴ്സിന് എന്ത് സംഭവിക്കും, f' എന്ന് പറയുന്നത് 2m1 × m2/d² എന്നായിട്ട് മാറും അല്ലേ. അപ്പോൾ f' = 2 ഇതിന് മൊത്തത്തിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഇത് മൊത്തത്തിൽ എഫ് ആണ് അല്ലേ. ഇതിന് മൊത്തത്തിൽ നമുക്ക് എഫ് എന്ന് കൊടുക്കാമല്ലോ. ഇവിടെ ജിയും കൂടെ ഉണ്ടെങ്കിൽ ജി ഇടുക, കോൺസ്റ്റന്റ് ഇടുക ജി. അപ്പോൾ ഇതിന് മൊത്തത്തിൽ നമുക്ക് എന്തെന്ന് കൊടുക്കാം, എഫ് എന്ന് കൊടുക്കാം. അതായത് നമ്മൾ മാസ് ഇരട്ടിയാക്കിയാൽ ഫോഴ്സും എന്തായി മാറും, ഇരട്ടിയായി മാറും. കണ്ടോ, മാസ് ഇരട്ടിയാക്കിയാൽ ഫോഴ്സും ഇരട്ടിയാവും. ഒരാളുടെ മാസ് m1 ആണ് നമ്മൾ ഇരട്ടിയാക്കിയിട്ടുള്ളൂ. ഇനി m2 കൂടി ഇരട്ടിയാക്കിയാലോ, m2 കൂടെ ഇരട്ടിയാക്കിയാൽ 2m1 × 2m2 g × 2m1 2m2/d² എന്ന് വരും. അതായത് 4 × f എന്നാണ് വരിക. ഇത്രയും ഭാഗത്തിന് നമുക്ക് എഫ് എഴുതാം. gm1 m2/d² എഫ് എന്ന് എഴുതി, പിന്നെ 4 എക്സ്ട്രാ ഉണ്ട്. അതായത് രണ്ട് മാസുകളും ഇരട്ടിയാക്കിയാൽ എന്താ സംഭവിക്കുക, ഫോഴ്സ് 4 ഇരട്ടിയാവും. ഒരു മാസ് ഇരട്ടിയാക്കിയാൽ ഫോഴ്സും ഇരട്ടിയാവും. ഇനി ഇതേപോലെ നമുക്ക് ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഇരട്ടിയാക്കാം. ഈ ഡിസ്റ്റൻസ് d ഇരട്ടിയാക്കിയാൽ എന്താ സംഭവിക്കുക, d എന്ന് പറയുന്നത് 2d ആയി മാറിയാൽ f' എന്ത് വരും, നമുക്ക് g × m1 m2/2d² എന്ന് എഴുതണം. അതായത് gm1 m2/4
4d² എന്ന് വരും. ഇത് മൊത്തത്തിൽ എഫ് അല്ലേ, ഇതിന് മൊത്തത്തിൽ നമുക്ക് എഫ് എന്ന് കൊടുക്കാം. അതായത് F/4 ആയി മാറി. അതിൻ്റെ അർത്ഥം എന്താ? ഡി ഇരട്ടിയാക്കിയാൽ, ഡിസ്റ്റൻസ് ഇരട്ടിയാക്കിയാൽ ഫോഴ്സ് 1/4 ആയിട്ട് കുറയും, 1/4 ആയിട്ട് കുറയും. ഇനി ഡിസ്റ്റൻസ് ഹാഫ് ആക്കിയാലോ? ഇതൊക്കെ നമുക്ക് ഇതിൽ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് ഇതേപോലെ ചെയ്യാം. ഡിസ്റ്റൻസ് ഹാഫ് ആക്കി കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് ഇവിടെ ഹാഫ് ആക്കി കഴിഞ്ഞാൽ എഫ് ഇവിടെ നമുക്ക് 4 ഇരട്ടിയാവുന്നതാണ് കിട്ടുക. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. കണ്ടോ, ഈ ഡിയുടെ സ്ഥാനത്ത് d/2 ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇത് ഇത്രയും നോക്കിയിരിക്കുക. 1 മാസ് ഇരട്ടിയായാൽ ഫോഴ്സ് ഇരട്ടിയാവും, 2 മാസ് ഇരട്ടിയായാൽ ഫോഴ്സ് 4 ഇരട്ടിയാവും. ഇനി ഡിസ്റ്റൻസ് ആണ് ഇരട്ടിയാക്കുന്നതെങ്കിൽ ഫോഴ്സ് 1/4 ആയിട്ട് മാറും. ഡിസ്റ്റൻസ് ഹാഫ് ആക്കിയാൽ ഫോഴ്സ് 4 ഇരട്ടിയായിട്ടും മാറും. നമുക്ക് ഇതുപോലെ എന്ത് വേണമെങ്കിലും, ഏത് കണ്ടീഷൻ വേണമെങ്കിലും ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് ഭൂഗുരുത്വ ത്വരണം എന്ന് പറഞ്ഞാൽ? ഭൂഗുരുത്വ ത്വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂകേന്ദ്രത്തിലേക്ക് ആകർഷിക്കുമ്പോൾ ഇതൊരു ത്വരണത്തോടു കൂടിയ ചലിക്കുക. എല്ലാ വസ്തുക്കളും ഒരു ത്വരണത്തോടു കൂടിയാണ് താഴേക്ക് വരിക, ഒരു ത്വരണത്തോടു കൂടിയ താഴേക്ക് വരിക. ആ ത്വരണത്തിനെയാണ് ഭൂഗുരുത്വ ത്വരണം G എന്ന് പറയാം. ഭൂഗുരുത്വ ത്വരണം G എന്ന് പറയാം. അതിൻ്റെ ഇക്വേഷൻ എന്താ? Gm/r² ആണ് കേട്ടോ. ഇതിൽ ഈ എം എന്ന് പറയുന്നത് ഭൂമിയുടെ മാസാണ്, ഭൂമിയുടെ മാസാണ്. ആർ എന്ന് പറയുന്നത് ഭൂമിയുടെ ആരമാണ്. അപ്പോൾ ഭൂമിയുടെ കാര്യങ്ങളെ മാത്രമേ G ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ ത്വരണം എന്ന് പറയുന്നത് ആകെ കൂടി ഭൂമിയുടെ മാസിനെയും ഭൂമിയുടെ ആരത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയൊരു കല്ലിനെ താഴേക്ക് ഇടുന്നു, വലിയൊരു കല്ലിനെ താഴേക്ക് ഇടുന്നു. അപ്പോൾ ഇവരുടെ G എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? G സെയിം ആയിരിക്കും. കാരണം എന്താ? G എന്ന് പറയുന്നത് ഇതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ മാസ് വലുതായിരിക്കാം ചിലപ്പോൾ, അതായത് ഇത് ചെറുതും ഇത് വലുതുമാണെങ്കിലും ആ മാസിനെ G ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേ ഇക്വേഷൻ കണ്ടോ, ആകെ കൂടി ഭൂഗുരുത്വ സ്ഥിരാങ്കത്തെയും ഭൂമിയുടെ മാസിനെയും ഭൂമിയുടെ ആരത്തെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏത് വലുപ്പത്തിലുള്ള മാസിനെ നമ്മൾ താഴേക്ക് ഇട്ടാലും അവർ ഒരേ ത്വരണത്തോടെ സഞ്ചരിക്കും. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഏത് മാസാണെങ്കിലും ഒരേ ത്വരണത്തിലായിരിക്കും താഴേക്ക് വരിക. ഓക്കെ, ഇനി ഭൂഗുരുത്വ ബലം, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഗുരുത്വാകർഷണ ബലം ഉണ്ടല്ലോ, ഈ ഭൂഗുരുത്വ ബലം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഭൂമിയുടെ ഉപരിതലത്തിലായിരിക്കും, ഭൂമിയുടെ ഉപരിതലത്തിൽ ആയിരിക്കും. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴും, മുകളിലോട്ട് പോയാലും അതുപോലെ ഭൂമിയുടെ ഉള്ളിലേക്ക് വന്നാലും എന്താ സംഭവിക്കുക? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് കുറയും. ഉണ്ടോ? ഭൂഗുരുത്വ ബലം ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അവിടുന്ന് മുകളിലോട്ട് പോയാലും അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും ഈ ഗുരുത്വാകർഷണ ബലം എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. അതേപോലെ ജിയുടെ വാല്യൂസിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അത് വേറൊരു വീഡിയോയിൽ, നമ്മുടെ ഇപ്പോൾ ഈ ഇതിൽ തന്നെയുള്ള ഒരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നോക്കുക. ഓക്കെ, ദ്രവ്യവും പിണ്ഡത്തിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭൂഗുരുത്വ ബലത്തിൻ്റെ ഈ പോയിന്റുകളൊന്നും ഓർത്തിരിക്കുക. ഇനി ഒരു വസ്തുവിന്മേൽ ഇത് ഭൂഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ ആദ്യമായി പ്രവചിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താ? ഭൂഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ, ഭൂഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ പറ്റി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ, ആദ്യമായി പ്രവചിച്ചത് ആരാണ്? ഐൻസ്റ്റീൻ ആണ് കേട്ടോ. ആൽബർട്ട് ഐൻസ്റ്റീൻ, പഠിച്ചു വയ്ക്കുക, ഐൻസ്റ്റീൻ. ഭൂഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ പറ്റി ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ എന്നുള്ളതുകൂടെ ഓർത്തിരിക്കുക. ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? അഭികേന്ദ്ര ബലം. എന്താണ് അഭികേന്ദ്ര ബലം? ഇങ്ങനെ വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന ഏതൊരു വസ്തുവിൻ്റെയും കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലം. കണ്ടോ, ഇങ്ങനെ ഉള്ളിലേക്കുള്ള ഈ ബലത്തിനെയാണ് നമ്മൾ അഭികേന്ദ്ര ബലം അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയാം. എന്താ? വർത്തുളപാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് എന്ത്? അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റത്തിൽ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതല്ലേ നമ്മുടെ ഇലക്ട്രോൺസുകൾ കിടന്ന് കറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് അഭികേന്ദ്ര ബലമാണ്. ഇതേപോലെ സൂര്യൻ, ഇതിവിടെ സൺ ഉണ്ടെന്ന് വയ്ക്കാം, നമ്മൾ ഈ സൂര്യന് ചുറ്റും ആര് കിടന്ന് കറങ്ങുന്നുണ്ട്? ഗ്രഹങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ട് അല്ലേ? ഗ്രഹങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ട്. അതുപോലെ ഒരു ഗ്രഹത്തിന് ചുറ്റും ആരുണ്ടായിരിക്കും? ഉപഗ്രഹങ്ങളും ഉണ്ടായിരിക്കും അല്ലേ? ഉപഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് ആരായി? സെൻറ്ററിലുള്ള സൂര്യനാണ്. ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് സൂര്യനാണെങ്കിൽ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് അവരുടെ സെൻറ്ററിലുള്ള ഗ്രഹങ്ങളാണ്.
അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് ആരാണ്? സൂര്യനാണെങ്കിൽ ഉപഗ്രഹങ്ങൾക്ക് അത് ഗ്രഹങ്ങളാണ് നൽകുന്നത്. അത്രയും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി എന്താണ് അപകേന്ദ്ര ബലം? അപകേന്ദ്ര ബലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ തിരിച്ച്. അഭികേന്ദ്ര ബലത്തിൻ്റെ, നമ്മളിപ്പോൾ പറഞ്ഞ അഭികേന്ദ്ര ബലം ഉള്ളിലോട്ടുള്ളതാണ്. അഭികേന്ദ്ര ബലത്തിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് അനുഭവപ്പെടുന്ന ബലമാണ് എന്ത്? അപകേന്ദ്ര ബലം. ഓക്കെ, അഭികേന്ദ്ര ബലത്തിന് തുല്യവും നേർവിപരീതത്തിലും അനുഭവപ്പെടുന്ന ബലം. അപ്പോൾ അതെന്താ ചെയ്യുക? ഇത് സെൻറ്ററിലോട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ അപകേന്ദ്ര ബലം എന്താ ചെയ്യുക? വസ്തുക്കളെ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ദൂരേക്ക് വിടുക ചെയ്യുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ദൂരേക്ക് വലിക്കുന്നതാണ് അപകേന്ദ്ര ബലം എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇനി എന്താണ് പലായന പ്രവേഗം? പലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ ഒരു ആകാശഗോളത്തിൻ്റെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് എത്ര പ്രവേഗം വേണം? അതായത് ഇപ്പോൾ നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞു എന്ന് വിചാരിക്കാം. കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരില്ലേ? താഴേക്ക് തന്നെ വരും അല്ലേ? പക്ഷേ ഈ ഒരു കല്ല് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് വരാൻ പാടില്ല. ഓക്കെ, ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോകണം. അങ്ങനെ സംഭവിക്കാം എപ്പോൾ? അപ്പം നമ്മളൊരു പ്രത്യേക വെലോസിറ്റിയിൽ ഈ കല്ലിനെ എറിയണം. അത് വലിയൊരു വെലോസിറ്റിയാണ്. ആ വെലോസിറ്റി ഏതാണോ അതിനെയാണ് പലായന പ്രവേഗം എന്ന് പറയാം. ആ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന്, ഭൂമിയാണെങ്കിൽ ഭൂമി, ചന്ദ്രനാണെങ്കിൽ ചന്ദ്രൻ, അപ്പോൾ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും വിട്ടു പോകാനായിട്ട് നമ്മൾ എത്ര വെലോസിറ്റിയിൽ അതിനെ എറിയണോ അതിനെയാണ് പലായന പ്രവേഗം എന്ന് പറയുക. അത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഭൂമിയുടെ മാസിനെയും ഭൂമിയുടെ ആരത്തെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പലായന പ്രവേഗം, ഭൂമിയിലെ പലായന പ്രവേഗമുണ്ട്, ചന്ദ്രനിലെ പലായന പ്രവേഗമുണ്ട്. ഭൂമിയിലെ പലായന പ്രവേഗം എന്ന് പറയുന്നത് 11.2 km/s ആണ്. കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും വലുതാണ്, km/s ആണ്. ചന്ദ്രനിലെ ആണെങ്കിൽ 2.38 km/s ആണ് കേട്ടോ. അപ്പം നമ്മളിത് ഇത്രയും വെലോസിറ്റിയിൽ 11.2 km/s വെലോസിറ്റിയിൽ ബോളിനെ എറിഞ്ഞാൽ ബോൾ തിരിച്ചു വരില്ല. ബോൾ ആ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും വിട്ടുപോകും. ചന്ദ്രനിൽ വെച്ചിട്ടാണെങ്കിൽ 2.38 നമ്മൾ എറിഞ്ഞാൽ ചന്ദ്രനിലേക്ക് തിരിച്ചത് വരില്ല. അപ്പോൾ അതാണ് ആ പലായന പ്രവേഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബലത്തിൽ നിന്ന് നിങ്ങൾ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട പോയിന്റ്. മാക്സിമം എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ എല്ലാം നിങ്ങൾ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്